തലശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഒ നിതീഷ് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 22ാം ബൂത്തായ വട്ട്യാർ LP സ്കൂളിൽ അമ്മ ഉമാദേവിക്കൊപ്പം എത്തി വോട്ട് ചെയ്തു. തുടർന്ന് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമായ തലശ്ശേരിയിലെ ബൂത്തുകളിൽ പര്യടനം നടത്തി. ത്രികോണ മത്സരമായിരുന്നു തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് ചിത്രത്തിൽ പോലുമില്ല. വികസനത്തിനും പുതിയ അവസരങ്ങൾക്കും വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തലശ്ശേരിയിലെ വോട്ടർമാർ. NDAക്ക് സംസ്ഥാനത്ത് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. തലശ്ശേരിയിൽ അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിൽ അവസരങ്ങൾ എന്നിവ ഉറപ്പാക്കും. ഇത്തവണത്തെ വോട്ടിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതുതലമുറ കേരളത്തിന്റെ പുതിയൊരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് BJPക്ക് അനുകൂലമാണെന്നും ഒ നിതീഷ് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ വോട്ട് ചെയ്തത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വട്ട്യാർ LP സ്കൂളിലാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് വോട്ടിംഗ്. അതുകൊണ്ട് തന്നെ കേരളവും ഭാരതവും വലിയ അളവിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഈ വോട്ടിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജെൻസി ഗ്രൂപ്പ്. ആ ജെൻസി ഗ്രൂപ്പിന് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയ ഒരു വോട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജെൻസി ഗ്രൂപ്പ് യുവാക്കൾ എപ്പോഴും മാറ്റത്തിനായിട്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. ആ മാറ്റത്തിനായിട്ടുള്ള വോട്ടിങ് നരേന്ദ്രമോദിക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും, കേരളത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നാൽ എനിക്കുള്ളത്. കഴിഞ്ഞ 24-25 ദിവസം കേരളത്തോടും തലശ്ശേരിയോടും പറഞ്ഞത് മാറാത്തത് മാറും, തലശ്ശേരി മാറും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തലശ്ശേരിയിൽ കഴിഞ്ഞ 70 വർഷമായിട്ട് നടക്കാത്ത വികസനം, ആ വികസന പ്രവർത്തനം തലശ്ശേരിയിൽ നടക്കൂ എന്നുള്ളതാണ് വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കാരണം നരേന്ദ്രമോദി 2014 തൊട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, ഇന്ത്യയിലുള്ള വികസനം കാണുന്നു. അതിൻ്റെ ഒരു വലിയ ഗുണഭോക്താക്കൾ എന്ന നിലക്ക് തലശ്ശേരിയുടെ ആൾക്കാരുണ്ട്. ഹൈവേയുടെ വികസനമായാലും റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമായാലും എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്ന കാര്യത്തിലായാലും നരേന്ദ്രമോദി വലിയ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വികസനം തലശ്ശേരിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വലിയ പിന്തുണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് BJP കിട്ടുന്നുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങളെ സ്പർശിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ, വീട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള കാര്യങ്ങൾ, ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി, ഗ്യാസ് കണക്ഷൻ്റെ, അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഇൻറ്റഗ്രിറ്റി എന്ന നിലക്ക് വുമൺ എംപവർമെൻറ്റ് വേണ്ടിയിട്ടാണ് ഈ സുകന്യ സമൃദ്ധി പോലുള്ള പദ്ധതികൾ. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ. ഒന്ന് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് പെൺകുട്ടികൾ ഒരു അഭിമാനമാണ്, ഒരു പ്രൈഡാണ്. ഞങ്ങൾ പെൺകുട്ടി ജനിച്ചാൽ അത് നമ്മുടെ സരസ്വതി വീട്ടിൽ ജനിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീ വോട്ടേഴ്സ് വളരെയധികം ഒരു പിന്തുണ നമുക്ക് കേരളത്തിൽ തരുന്നുണ്ട്. കേരളത്തിന് പുറത്തും സ്ത്രീ വോട്ടേഴ്സ് BJPയെ പിന്തുണക്കുന്നുണ്ട്.